ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ്. അപ്പോൾ സാധാരണ ദോശയല്ല, സ്പെഷ്യൽ ദോശ. അപ്പോൾ ഇത് കാര ദോശ എന്ന് പറയും. അപ്പോൾ ഇതിന് കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ചട്നിയൊക്കെ ഡിപ്പ് ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റിയായി തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച്, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഉള്ളി, അതേപോലെ തക്കാളി എടുത്തിട്ടുണ്ട്. ഓരോന്നാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പാന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ചതുക്കാതെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്, ചതുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണ്, കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ ചെറുതായി അരിഞ്ഞ സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ദോശ തയ്യാറാക്കിയാൽ മതിയാവും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉള്ളിയൊക്കെ വാടി കിട്ടും. ഇപ്പോൾ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വറ്റുക. നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായി വറ്റുണ്ട്. അപ്പോൾ പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിന് വേണ്ടി നമുക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യത്തിന്. അപ്പോൾ ഒന്ന് നന്നായി വറ്റി എടുക്കുക. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ഫൈനായി അരച്ചെടുക്കുക, കുറച്ച് വെള്ളം ചേർത്ത്. അപ്പോൾ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ തൂവി കടുക് ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് അടി പിടിക്കാത്ത പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പം നന്നായി മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ നേരം മൂപ്പിക്കുമ്പോൾ നല്ല ടേസ്റ്റിയായി കിട്ടും. ഇനി നമുക്ക് ഇത് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദോശ തയ്യാറാക്കാം. അപ്പോൾ പാനിലാണ് ഞാൻ ദോശ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇത് ലെങ്ത്ത് കൂടുമെന്ന് പറഞ്ഞ് ഇതിലിട്ടിട്ടില്ല. അപ്പോൾ മാവ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കി അതിലേക്ക് ആ മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതിങ്ങനെ തയ്യാറാക്കിയാൽ മതിയാകും. സാധാരണ ദോശയിൽ നിന്ന് നമുക്ക് ദോശ മടുക്കുമ്പോഴൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് ആ മസാല അതിലേക്ക് പിടിക്കും പോലെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.